കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി ആർ.എൽ. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിൽ നിന്നുള്ള മെസ്സേജുകളും അന്വേഷണ പരിധിയിൽ വരും. അധ്യാപികയുടെ നമ്പറിലേക്ക് വന്ന മെസ്സേജുകളാണ് പരിശോധിക്കുക. അധ്യാപികയുടെ നമ്പർ ലോൺ ആപ്പ് സംഘത്തിന് എങ്ങനെ ലഭിച്ചു എന്നുള്ളതും വളരെ നിർണായകമാണ്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നു. അജീഷായ, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ. ഈ ലോൺ ആപ്പുകാരെ ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്, പറയും. തീർച്ചയായും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രധാനമായും ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അധ്യാപികയ്ക്ക് ഈ ലോൺ ആപ്പുകാർ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകളാണ്. അതായത് ഈ നിതിൻ രാജിന്റെ നിതിൻ രാജിൽ എടുത്ത ലോൺ ആപ്പിൽ ഈ അധ്യാപികയുടെ നമ്പറാണ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് ഈ ലോൺ ആപ്പുകാർ പറയുന്നത്. ഈ വിദ്യാർത്ഥിയോട് ലോൺ അടയ്ക്കാൻ നിങ്ങൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കും, വിളിക്കും എന്നാണ് ഈ ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നത്. മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞ്, അല്ലെങ്കിൽ ഇയാളോട് പറഞ്ഞ് ഈ റെഫറൻസ് നമ്പറിൽ നിന്ന് നിങ്ങളുടെ നമ്പർ മാറ്റുക, റിമൂവ് ചെയ്യുക എന്നാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. ഈ ലോൺ ആപ്പിൽ ഈ നിതിൻ അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകളും ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പൈസ ഇത്ര ദിവസത്തിനുള്ളിൽ അടയ്ക്കണം, ഇന്ന ദിവസം അടയ്ക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന തരത്തിലുള്ള ഭീഷണിയും ഈ മെസ്സേജുകളിലുണ്ട്. എന്തായാലും ഈ ലോൺ ആപ്പിൽ ഈ റെഫറൻസ് നമ്പറായിട്ട് ഈ ടീച്ചറുടെ അധ്യാപികയുടെ നമ്പർ നിതിൻ രാജ് മനഃപൂർവ്വം കൊടുത്തതാണോ, അല്ലെങ്കിൽ ഈ ലോൺ ആപ്പുകാർ സാധാരണ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങുന്നതാണ്. അത്തരത്തിൽ പെർമിഷൻ വാങ്ങിയതിനു ശേഷം ഈ ഫോണിലുള്ള കോണ്ടാക്ട്സ് നമ്മൾ അറിയാതെ തന്നെ ചോർത്തി അവരെ നേരിട്ട് ബന്ധപ്പെടുന്നതാണ് ഈ ലോൺ ആപ്പുകളുടെ ഒരു രീതി. മുമ്പും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ പലതവണ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണോ എന്നുള്ളതാണ് ഇനി പോലീസിന് കണ്ടെത്തേണ്ടതുള്ളത്. നിലവിൽ സൈബർ പോലീസ് പ്രത്യേകം തന്നെ ഇതൊരു കേസായിട്ട് എടുത്തിട്ടുണ്ട്. ഈ അധ്യാപികയുടെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ സംഭവം നടന്ന ദിവസം, അതായത് നിതിൻ രാജ് ഈ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുന്ന ദിവസം ഈ അധ്യാപിക ഈ സംഭവം പ്രിൻസിപ്പലിനോടും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ നിതിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അന്ന് ഉച്ചയ്ക്ക് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചത്. എന്തായാലും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കൂടുതൽ കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഈ ലോൺ ആപ്പിന്റെ ആളുകളെയുമായി പോലീസ് ബന്ധപ്പെടും. അതിലൊരു സ്ഥിരീകരണം വരുത്തിയ ശേഷമായിരിക്കും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.